ഇക്കയ്യാന്ന് പറഞ്ഞില്ലേ? കുട്ട, ഏതായാലും നീ ചന്തേ പോണ്. ആ കൂട്ടത്തിൽ ഇത്തിരി കുഴമ്പ് കൂടെ വാങ്ങിയാലെന്താ? നടന്ന് മുട്ടുവേദനിച്ചിട്ടാ മോനെ. അതിന് ആര് ചന്തേ പോണു? പിന്നെ അരിയും സാധനങ്ങളും വാങ്ങിക്കുന്നത് ആരാ? വാ, വീട്ടിൽ പോണം. ഓള് മാസം കഴിഞ്ഞ് നിൽക്കാണേ. അതിന് നീ അവിടെ കുത്തിപ്പിടിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ ജോലി നേരത്തെ തീർന്നില്ലേ? ഇനി പ്രസവിക്കേണ്ടത് അവരുടെ ജോലിയാ. അതല്ല, കാണണം. എന്തോന്ന് പ്രസവിക്കുന്നതോ? അതല്ലെന്ന്, കുഞ്ഞിനെ ആദ്യം എനിക്ക് കാണണം. ഓ അങ്ങനെ. നീ പോയില്ലേ ഇതുവരെ? ഇല്ല. ചന്തേ പോടാന്ന് പറഞ്ഞ് മനുഷ്യന്റെ വായിലെ വെള്ളം പറ്റി. മിണ്ടാരിടോ, നീ വീട്ടിൽ പോ കുഞ്ഞുണ്ണി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കുറച്ചു ദിവസം ഇങ്ങോട്ട് വരണ്ടാന്ന്. നീ എപ്പോഴും അടുത്ത് വേണം. അത് മായമ്മയ്ക്കൊരു ധൈര്യ. അയ്യോ, അങ്ങനെ പേടിക്കാനൊന്നുമില്ല. കാലത്തിറങ്ങുമ്പോഴും ബേലിക്ക വരെ വന്ന് നിന്നതാണല്ലോ. ഇമ്പ്രാറ്റി പെറ്റ് ആൺകുഞ്ഞ. എന്താ ഈശ്വര ഇപ്പൊ പറഞ്ഞു. എടാ കുഞ്ഞുണ്ണി, ഞാനും ഉണ്ട്. ഇതാ എന്റെ മോൻ കിടക്കണ കണ്ട. വാരി എടുക്കല്ലേ, തല ഉറച്ചിട്ടില്ല. രണ്ടാളും കൂടി പണി പറ്റിച്ചല്ലേ? ശരിക്കൊന്ന് കാണട്ടെ ഞാൻ. നിങ്ങൾ എന്തായി കാട്ടണേ? ചേട്ടാ, ആണാ പെണ്ണാണെന്ന് അറിയണ്ടേ? അതിന് ചോദിച്ചാ പോരെ, തുണി നോക്കി നോക്കണോ? അത് ശരി. എന്തായാലും ഞാൻ കാരണം ഇതുവരെയൊക്കെ ആയല്ലോ. എനിക്ക് സന്തോഷായി. എടാ മോനെ കുട്ടാ, ശരീരം കണ്ട നിന്നെ പോലെ തന്നെ, മുഖോ നമ്മുടെ മാഷെ പോലെ. അയ്യോ, എരണക്കേടും പറഞ്ഞ് ഈ വഴിക്കങ്ങാൻ വന്നാണ്ടല്ലോ. വന്നാലെന്താ? അരിഞ്ഞു കളഞ്ഞ ഇറങ്ങി പോരല്ലേ? അരിയോ നീ? കൊല്ലടി. എന്നാ നീ ഒന്ന് കൊല്ലടാ. കൊല്ലോ നീ എന്നെ. കാണിച്ചു തരാട വെടങ്കോര. എടാ, ഈ തള്ളോട് കളിച്ചിട്ടാരും ജയിച്ചിട്ടില്ലടാ. കളവി മേലെ വഴിക്കുവന്നാണ്ടല്ലോ, ഒന്ന് കുടിച്ചു ഞാൻ പറഞ്ഞേക്കാം. എന്റെ മേലെ നീ കൈ വെച്ചല്ലേടാ. നിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാൻ വിടില്ലടാ. ഏരപ്പാടി. കുട്ടാ, ചക്കര അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ, പേടിക്കണ്ട. വാവേ, അമ്മതാ വരുന്നു കേട്ടോ. എന്തെടുക്ക നീ അവിടെ? ചക്കര കുട്ടാ, അപ്പുണ്ണി, ദേ അമ്മ വരുന്നു കേട്ടോ. മോന്റെ അമ്മ ദാ വന്നു. കുട്ടാ, മോൻ പേടിച്ചോടാ? മോൻ പേടിക്കില്ലാന്ന് എനിക്ക് അറിയാലോ. അമ്മയുടെ ചക്കരയല്ലേ നീയേ? അമ്മയുടെ ചക്കര എങ്ങനെ പേടിക്കാനാ? കുട്ടാ, വാവേ, കുട്ടാ, എവിടെ പോയി കിടക്ക നീ? ആഹാ, ഇവിടെ ഒളിച്ചിരിക്ക. അപ്പുണ്ണി, മോനെ, ദാ അമ്മയെ പറ്റിക്കണ്ട കേട്ടോ. ഉണ്ണി, എവിടെ പോയി കിടക്ക നീ? അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കുട്ടാ, അപ്പുണ്ണി, മോനെ, അപ്പുണ്ണി, മോനെ. അപ്പുണ്ണി, അയ്യോ, ഓടി വരണേ, ആരെങ്കിലും ഓടി വരണേ. നിന്റെ അപ്പുണ്ണി കാണാൻ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അവിടെ ഇരുന്ന് കളിക്കണം കണ്ടല്ലോ. ഒന്ന്
കുളിക്കാൻ പോയതാ. തിരിച്ചു വന്നപ്പോ കാണാല്ലോ അവന്. അകത്തിരുന്ന് കളിക്കണുണ്ടല്ലോ. അകത്തിരുന്നിട്ട് കുളിക്കാൻ പോയതാ. പുലി കാണല്ല. ആലയും പുലിയുള്ള കാടാ. അയ്യോ, പുലി അങ്ങോട്ട് ഓടണുണ്ടോ? എന്റെ അപ്പുണ്ണി. കുഞ്ഞുണ്ണി, എന്താ? നീ ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ. നീ പരിഭ്രമിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യരുത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിവരം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആളുകൾ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. എന്താ മാഷെ? ഈ അപ്പുണ്ണി അപ്പുണ്ണി കുട്ടി ആ പരിസരത്ത് എവിടെങ്കിലും ഉണ്ടാവും. അവനെ എന്താ മാഷെ പറയണേ? അല്ല, അവനെ കാണാനില്ല എന്ന്. എന്റെ ആ പുണ്യ ആ പുണ്ണിക്കുട്ട, അമ്മമ്മ മുട്ടായി മേടിച്ചേരടെ. ആ വള ഒരു തായി അമ്മാമിക്ക്. എന്റെ പഞ്ചാരക്കുട്ട, എന്റെ തക്കുടു മോനല്ലടാ, മുത്ത് ഉമ്മ കയ്യോണ്ടാടി. ആ വളയും കിടുത്താ മോനെ. ഈ വള ഊരിടുത്ത നിനക്ക് എന്താ ഒരു ഛേദം? കൊണ്ടാടി മുത്തേ. എടാ കൈ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. കരഞ്ഞ ഞാൻ വായിൽ കുത്തി. ഞാൻ നാശം പിടിച്ചത് എന്തിനാ രസത്തെ നീ കരയുന്നത്? ഈ വള ഇന്ന് ഞാൻ ഊരിട്ടിട്ടുള്ള കാര്യമുള്ളൂ. നീ കരഞ്ഞോണ്ടൊന്നും കാര്യമില്ല. ആ മോനെ, വേദനിക്കാതിരിക്കെ അമ്മാമത്തിൽ വെളിച്ചെണ്ണ പറ്റിത്തരാം. കൈ ഇങ്ങോട്ട് കൊണ്ടാടാ. എടാ കൈ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. നീ കരഞ്ഞോണ്ടൊന്നും കാര്യമില്ല. കരഞ്ഞാൽ നിന്റെ കൈ ഞാൻ വെട്ടിക്കളയും. മിണ്ടാതിരിക്കടാ. എടാ മിണ്ടാതിരിക്കാൻ. ഇപ്പൊ വരാ ഞാൻ. ആ നിന്റെ തന്തയ്ക്കും തള്ളിക്കും എന്താ ചെയ്യാൻ പറ്റാന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ ഇരുന്ന് കിളിക്കിന്. എടാ തള്ള ആരോടും തോച്ചിട്ടില്ലടാ മോനെ. എന്നിട്ടല്ലേ ഒരു വയസ്സായ നീ. എടാ നീ ഇത് വേഗം ഊരാൻ സമ്മതിച്ചാലേ നിനക്ക് വേഗം വീട്ടിൽ പോവാ. അല്ലെങ്കിൽ നീ ഇവിടെ ഇരുന്ന് കിളിക്കുള്ളോ. എന്റെ മുരുക, ഇതൊന്ന് വേഗം ഊരി കിട്ടിയിരുന്നെങ്കിൽ എല്ലാ പണിയും നിർത്തി സുഖമായിട്ട് ജീവിക്കായിരുന്നു. രണ്ടും കൂടി ഒരു പവനുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു കോള് അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടില്ല. എന്റെ മകൻ കൃഷ്ണനുണ്ണി കൃഷ്ണാട്ടത്തിന് പോകണം. കൃഷ്ണാട്ടത്തിന് പോയാ പോരാ, കൃഷ്ണൻ തന്നെ കെട്ടണം. കൃഷ്ണൻ തന്നെ കെട്ടാ പോരാ, അയ്യോ എന്റെ നാട് ഒഴിഞ്ഞേ. അയ്യോ എന്റെ നാട് ഒഴിഞ്ഞേ. ഗുരുവായൂരപ്പാ എന്റെ നാട് ഒഴിഞ്ഞേ. എടാ ദുഷ്ട, നീ എന്നെ കൊന്ന് കൊല വിളിച്ചിട്ടാണ് നീ പോവുള്ളൂ. നാശം പിടിച്ചോനെ. അയ്യോ
Ha ha ha.